മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളിൽ വെറും ഒരു സൈക്കിൾ മാത്രമല്ല, അത് ഓവറോൾ ഹെൽത്ത്, പ്രത്യേകിച്ചും ഹോർമോണൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഒക്കെ ഒരു മന്ത്ലി റിപ്പോർട്ട് കാർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഒരു ഹെൽത്തിയർ പീരീഡ്സ് എന്ന് വെച്ചാൽ, എല്ലാ മാസവും നിങ്ങളുടെ പീരീഡ്സിന്റെ ഡേറ്റ് 21 ഡേയ്സിന്റെയും 35 ഡേയ്സിന്റെയും സൈക്കിളിലാണ് വരുന്നതെങ്കിൽ അത് നോർമൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. 21 ഡേയ്സിന്റെ താഴെയും 35 ഡേയ്സിന്റെ മുകളിലും പീരീഡ്സ് ആവുകയാണെങ്കിൽ അതിനെ ഇറഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഇറഗുലർ ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഹോർമോണൽ ഇംബാലൻസസ്, പ്രഗ്നൻസി, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷന്റെ അളവൊക്കെ കുറവാണെങ്കിൽ, മിതമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പീരീഡ്സിന്റെ ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ഗ്രാജുവലി ഇത് നോർമൽ ആവാറാണ് പതിവ്. അതുപോലെ മെനോപോസ് ഒക്കെ എത്തി നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരിൽ പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്താൽ 2 to 7 ഡേയ്സ് ആണ് നോർമലി അത് കാണാറ്. 7 ഡേയ്സിനേക്കാളും കൂടുതൽ പീരീഡ്സ് കാണുന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ്. അതുപോലെ 2 പീരീഡ്സിന്റെ ഇന്റർവെല്ലിൽ സ്പോട്ടിംഗ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതും അബ്നോർമൽ ആണ്. അതുകൊണ്ട് പീരീഡ്സിന്റെ ഡേറ്റ് ഒക്കെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസോ അബ്നോർമാലിറ്റി ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യാം.